ഭരണം നഷ്ടപ്പെട്ടു എങ്കിലും CPMന്റെ ഏക താവളം രാജ്യത്ത് ഇപ്പോഴും കേരളം തന്നെയാണ്. ആ കേരളത്തിൽ കൂടി CPM ഇല്ലാതായാലുള്ളൊരു അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആലോചിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. CPM ഇപ്പോൾ നേരിടുന്നത് ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ്. അത് വരുത്തിവെച്ചതുമാണ്. നമുക്കറിയാം CPMന്റെ ചരിത്രത്തിൽ AKGയുടെയും EMSന്റെയും കാലത്തായാലും EK നയനാരുടെ ഭരണത്തിലായാലും എന്തിനേറെ അച്യുതാനന്ദൻ്റെ കാലത്ത് വരെയും EDയും CBIയും ഒന്നും CPM നേതാക്കളുടെ ഒരു വീട്ടിലേക്കും കയറിയിട്ടില്ല. അഥവാ കയറിയാൽ തന്നെ തെളിവ് കണ്ടെത്തിയിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന് പറയാനുള്ള നട്ടൽ അവർക്കുണ്ടായിരുന്നു. കാര്യം അവരുടെ കൈ ശുദ്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ CPM നേതാക്കളുടെ വീട്ടിലും ഓഫീസിലും എന്തിന് അടുക്കളയിൽ വരെ കയറി നിരങ്ങുകയാണ് EDയും CBIയുമെല്ലാം. അത്രയ്ക്കും വലിയ തട്ടിപ്പാണ് പിണറായി വിജയനും കുടുംബവും കേരളത്തിലാകെ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനം പിണറായി വിജയൻ എന്ന നേതാവിന് പാർട്ടിയുടെ അധികാരം ലഭിച്ചതു മുതൽ പാർട്ടിക്ക് വന്ന മാറ്റം തന്നെയാണ്. എല്ലാ തട്ടിപ്പു കേസുകളിലും പ്രതിയാകുന്ന ഒരു നേതാവ് പിണറായി വിജയനാണെങ്കിൽ ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, ഊരാളുങ്കൽ, വയനാട് ഫണ്ട്, ഇപ്പോഴിതാ മെസ്സിയുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് വേറെയും. അങ്ങനെ കൈയിട്ടതെല്ലാം നക്കി നോക്കുകയാണ് പിണറായി വിജയൻ. അച്ഛനും മകളും കുറേ കാലമായി തട്ടിപ്പുകാർ എന്ന് പേര് സമ്പാദിച്ച് നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മരുമകനായ റിയാസ് MLAയുടെ സാമ്രാജ്യത്തിലും ED വന്ന് കയറിയിരിക്കുന്നു. വീണയുടെ ഡയറിയിൽ പറഞ്ഞ പേരുകളിൽ തപ്പി നോക്കുമ്പോൾ കട്ടെടുത്ത കള്ളപ്പണം സൂക്ഷിക്കുന്നതും കച്ചവടം നടത്തുന്നതും എവിടെയാണെന്ന് വളരെ വ്യക്തമായ സൂചന EDക്ക് ലഭിച്ചു. അതോടെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം തന്നെ ഇളകുകയാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ. വരും ദിവസങ്ങളിൽ ഈ നേതൃത്വത്തിനെതിരെ വമ്പൻ യുദ്ധം നയിക്കാൻ തന്നെ പ്രവർത്തകർ പല ഭാഗത്തു നിന്നും രംഗത്ത് വരുമെന്നുള്ള സൂചനകൾ നേതൃത്വത്തിന് ലഭിച്ചു തുടങ്ങി. കാരണം പിണറായി വിജയനും കുടുംബത്തിനും തട്ടിപ്പ് നടത്താനും അതിനെതിരെ അന്വേഷണം വരുമ്പോൾ പ്രതിരോധിക്കാനും മാത്രമുള്ള ഒരു ചാവേർ സംഘടനയായി CPM മാറിയിരിക്കുന്നു. ജയിലിൽ കിടക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി പ്രവർത്തകർ മാറുകയാണ്. പിണറായി വിജയൻ എല്ലാ സമ്പാദ്യവും എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരിക്കുന്നു. അത് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നിരിക്കെ അത് തന്നെ തുടർന്നു പോകുന്നതിൽ പ്രവർത്തകർക്ക് യോജിപ്പില്ല. പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവ് തീരുമാനിക്കുകയും പാർട്ടി സെക്രട്ടറി എന്ന പദവിയിലിരുന്ന് പിണറായിയുടെ കാര്യസ്ഥൻ്റെ ജോലി ചെയ്യുകയും ചെയ്യുന്ന MV ഗോവിന്ദനും കുറച്ച് ബിനാമികളും ചേർന്ന് CPMനെ ഇല്ലാതാക്കുകയാണെന്ന്, അതിൽ നിന്നും ഒരു മാറ്റമുണ്ടായില്ല എങ്കിൽ CPMന്റെ അസ്ഥി പോലും കാണാൻ കിട്ടില്ലെന്നും ഉള്ള പരിഭവം ഓരോ CPMകാരൻ്റെയും മനസ്സിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതാണ് തങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെയുള്ള സത്യം CPM പ്രവർത്തകരും കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിരുദ്ധരുടെ സഹായത്തോടെയുള്ള ഒരു വിപ്ലവം പാർട്ടിക്കകത്ത് നടക്കുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നു. പാർട്ടി നിലനിൽക്കണമെങ്കിൽ പിണറായിയും സംഘവും നടത്തുന്ന ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമല്ല, അവരെ തന്നെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് പോംവഴി എന്നുള്ള ചിന്തകളാണ് പ്രവർത്തകർക്കിപ്പോൾ വന്നിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി മനസ്സിലായതിനു ശേഷം പാർട്ടിയുടെ തീരുമാനത്തിലും മാറ്റം വന്നു. അതായത് ആദ്യത്തെ പിണറായിയുടെ വീട്ടിൽ ED എത്തിയപ്പോൾ ഉദ്യോഗസ്ഥരെ തല്ലുകയും വാഹനം തകർക്കുകയും ഓടിക്കുകയും ഒക്കെ ചെയ്ത പാർട്ടിക്കാർ ഇപ്പോൾ ED വന്ന് ഓഫീസിൽ കയറിയാലും അനങ്ങുന്നില്ല. കാരണം ഇത് പാർട്ടി നടത്തിയ തട്ടിപ്പല്ലെന്നും പാർട്ടിയെ ഉപയോഗിച്ച് പിണറായി വിജയനും കുടുംബവും നടത്തിയ തട്ടിപ്പാണെന്നും ബോധ്യമായതോടെ എല്ലാവരും പിൻവലിഞ്ഞു. അത് തന്നെയാണ് ഇന്നലെ റിയാസിൻ്റെ കാര്യത്തിലും കണ്ടത്. കള്ളന്മാരെ സംരക്ഷിക്കേണ്ടുന്ന ആവശ്യം പാർട്ടിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധം ഓരോ പാർട്ടി പ്രവർത്തകരിലും വന്നിരിക്കുന്നു. അതുപ്രകാരം ഇനി പിണറായിയുടെ മരുമകൻ റിയാസും കുടുങ്ങുന്നതോടെ ആ കുടുംബവുമായി തന്നെയുള്ള എല്ലാ ബന്ധങ്ങളും പാർട്ടി അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് വരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ പാർട്ടി കേരളത്തിലും ഉണ്ടാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. അതിനാൽ ഇനി ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറിയായുള്ള ഒരു കമ്മിറ്റിയെ മാറ്റാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഗോവിന്ദനെ മാറ്റി പിണറായിയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ പാർട്ടിയുടെ കടിഞ്ഞാൺ കൂടി എടുത്തു മാറ്റാനാണ് ഒരു വിഭാഗം പണി തുടങ്ങിയിട്ടുള്ളത്. പ്രവർത്തകരുടെ വികാരം അതാണെന്ന് കാണിച്ച് അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ നേതാക്കളും അതുപോലെ പിണറായി വിരുദ്ധരായ കണ്ണൂർ ലോബിയിൽപ്പെട്ട EP ജയരാജൻ നേതൃത്വം നൽകുന്ന വലിയൊരു വിഭാഗവും ഒന്നിച്ചുകൂടി പ്രവർത്തനം തുടങ്ങി എന്നാണ് അറിയുന്നത്. ഇത് പാർട്ടി പിടിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ളൊരു വിപ്ലവം ഉണ്ടാക്കാനാണ് നീക്കം. അതിനു മുൻപ് തന്നെ ഗോവിന്ദനെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതും കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട്. ഇത്രയും അധികം തട്ടിപ്പ് കേസുകൾ വരികയും EDയും വിജിലൻസും അടക്കമുള്ള ഏജൻസികൾ ദിവസവും തേടി വരികയും ചെയ്യുന്നതോടെ
ഏതെങ്കിലും ഒന്നിൽ അടുത്ത് തന്നെ പിടിവീഴുമെന്നും അധികം താമസിയാതെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറുമെന്നുള്ളതും പാർട്ടി ഉറപ്പിക്കുകയാണ്. അതൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ഇനിയും പാർട്ടിയിൽ കടിച്ചു തൂങ്ങി പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനാണ് ഭാവമെങ്കിൽ ഒരു പിളർപ്പ് അനിവാര്യമാണെന്നും അത് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. അത് മരുമകൻ റിയാസിൻ്റെ പങ്കുകൂടി ഈ തട്ടിപ്പിൽ വ്യക്തമാകുന്നതോടെ കടുത്ത നടപടികൾക്ക് കടക്കാനാണ് വിമതരുടെ തീരുമാനം. അതിനെ പ്രതിരോധിക്കാൻ പിണറായിക്ക് കഴിയുമോ എന്നുള്ളതാണ് അവരെ പിന്തുണക്കുന്നവരുടെ ഒരു ആശങ്ക. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അടക്കമുള്ള കോട്ടകളിൽ സംഭവിച്ച തോൽവി പാർട്ടിയുടെ നയത്തിനെതിരാണ് എന്നുള്ളത് തെളിയിക്കുമ്പോൾ ആ നയം തിരുത്താനും അതിന് കൂട്ടുനിൽക്കുന്നവരെ മാറ്റാനുമാണ് പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതിനായി ദിവസവും എണ്ണി കാത്തു നിൽക്കുകയാണ് പ്രവർത്തകർ.